അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കണ്ടാലോ? അതിനു മുൻപായിട്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെന്തെങ്കിലും മുഴുവനായിട്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യുക, ഷെയറൊക്കെ ചെയ്യുക. പിന്നെ മുൻപിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ചായ എല്ലാം കുടിച്ച് കുറേ തുണി നനയ്ക്കാനുണ്ടായി. തുണിയെല്ലാം നനച്ചാറിയിട്ടതിന് ശേഷം അടുക്കളയൊക്കെ വൃത്തിയാക്കിയ ശേഷം എനിക്ക് തോന്നുന്നു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പം കുറച്ച് പച്ചക്കറി ഉണ്ട്, വഴുതനങ്ങയും മുളകും ചീരയും വെണ്ടയൊക്കെ. അപ്പോൾ ആ പച്ചക്കറിക്കൊക്കെ ഒന്ന് വെള്ളം നനച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ നട്ടതല്ല കേട്ടോ, ഇവിടുത്തെ മാഷേട്ടൻ്റെ അച്ഛനും അമ്മയും അവരുണ്ടാക്കിയതാണ്, പച്ചക്കറി നട്ടതാണ്. അവർ തന്നെയാണ് കേട്ടോ നോക്കുക ചെയ്യുന്നത്. അപ്പം അവർ 2-3 ദിവസം അവിടെ ഉണ്ടായിരുന്നില്ല, അവർ വേറെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് വാടി പോകുന്നുണ്ടായിരുന്നില്ലേ പച്ചക്കറിയൊക്കെ. അപ്പോൾ ഞാൻ എല്ലാത്തിനും ഒന്ന് വെള്ളം നനച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓരോ പച്ചക്കറിക്കെല്ലാം കുറച്ച് കുറച്ചായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു. പിന്നെ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ മക്കൾ 2 വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ രാവിലെ മക്കളെ സ്കൂളിൽ വിടുന്ന തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്ന് കുറച്ച് വൈകിട്ടാണ് എണീച്ചത്, ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ തുണി നനക്കാൻ വന്നത് എന്താ വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ തുണി നനക്കുന്നിടത്ത് നല്ല വെയിലാണ്. അപ്പോൾ തുണി നനക്കാനേ പറ്റില്ല. അതുകൊണ്ട് രാവിലെ തുണി നനച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ വെള്ളം ഒഴിക്കുന്നിടത്ത് കുറച്ച് വലിയ ചീര ഉണ്ടായിരുന്നു. ആ വലിയ ചീരയെല്ലാം ഞാൻ വെള്ളം ഒഴിക്കുന്നതിനോട് ഒപ്പം തന്നെ പറിച്ചെടുത്തിട്ടുണ്ട്. ചീര ഉപ്പേരിയാക്കാൻ കിട്ടുമോ നോക്കാം നമുക്ക് എല്ലാം കൂടിയിട്ട്. അപ്പോൾ വീടിന് മുൻവശത്തുള്ളതാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ അതിനെല്ലാം ഒന്ന് വെള്ളം ഒഴിച്ച ശേഷം ഞാൻ തോട്ടത്തിൽ ഇന്നലെ ഞാനൊരു പപ്പായ എന്നല്ല നമ്മളിവിടെ പപ്പങ്ങായി എന്ന് പറയും, പപ്പങ്ങായി പഴുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് പഴുത്തിട്ട് ഞാൻ കണ്ടിന്. അപ്പോൾ ഞാൻ വിചാരിച്ചത് പറിക്കണം. അങ്ങനെ തോട്ടിയെടുത്തിട്ട് പപ്പായ പറിച്ചെടുത്തിട്ട് നിലത്ത് വീണിട്ട് നോക്കുമ്പോഴത്തേക്കും ഒരു സൈഡ് നല്ല കളറിൽ ആയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ മറ്റേ സൈഡിൽ എന്തോ കൊത്തിയതെന്ന് ഞാൻ വിചാരിച്ചത് ആദ്യം. അപ്പോഴത്തേക്കും കൊത്തിയതല്ല കേട്ടോ, മറ്റേ നമ്മളിങ്ങനെ തോട്ടിയില്ലേ പപ്പായ പറിക്കുന്നത്, അതും കൊണ്ട് പപ്പായ പറിക്കുന്ന സമയത്ത് മറ്റേ പപ്പായക്ക് ഇങ്ങനെ കൊണ്ടിട്ട് അത് ഇങ്ങനെ അടയാളം വന്നതാണ് കേട്ടോ. കുർത്തം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒട്ടയതാണ് കേട്ടോ അത്. അങ്ങനെ പപ്പായയും പറിച്ചിട്ട് ഞാനുണ്ട് കുഞ്ഞാറ്റും ഉണ്ടല്ലോ വെച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പാനി എടുത്തിട്ട് പോകുന്ന സമയത്താണ് ഓർത്തത് ബാക്കിൽ ചെറിയ ചീര ഉണ്ടായിരുന്നു, കുഞ്ഞു കുഞ്ഞു ചീരയില്ലേ, അതിന് കുറച്ച് വെള്ളം ഒഴിക്കാൻ ബാക്കിയുണ്ടായി തോന്നി. അതിലങ്ങനെ ചീര കാണണമെന്നില്ല, കുറവാണ്, കൂടുതലൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് അതിൽ നിന്നും ഞാൻ കുറച്ച് വലുത് നോക്കിയിട്ട് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ചീരയാണ് കേട്ടോ ഇത്. പിന്നെ നല്ലോണം മൂക്കുന്നതിന് മുന്നേ ചീര കറി വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഇളയ ചീരയല്ലേ കറി വെച്ച് കഴിഞ്ഞാൽ നല്ല രുചി ഉണ്ടാവല്ലേ മൂക്കുന്നതിനേക്കാളും. അങ്ങനെ ചീര പറിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഒരു കൈപ്പിടിയോളം ചീര കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരിക്കൽ ഉപ്പേരി ഉണ്ടാക്കാനുള്ള ചീര ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് പക്ഷേ നമ്മൾ ചുവന്ന ചീരനെക്കാട്ടും കൂടുതൽ കറി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടം നമ്മളെ പച്ചച്ചീരയാണ് കേട്ടോ. അതാണ് കൂടുതലായിട്ട് ഇഷ്ടം. ഈ ഒരു പക്ഷിക്കൂട്ടം കണ്ട, ഇത് കൂട്ടത്തോടെ വരും, വലിയ സൗണ്ട് എടുത്ത് കരയുകയും ചെയ്യും. എല്ലാ നാട്ടിലും ഉണ്ടാവുമായിരിക്കുമല്ലോ ഇതുപോലത്തെ പക്ഷി. നമ്മൾ ഇവിടെ എന്തിപ്പോൾ അതിനെ പറയൽ, ചവോല വാരിന്നോ അങ്ങനെ എന്തോ പറയൽ, നമ്മുടെ ഉണങ്ങിയ ഇലയുടെ കളർ ഉണ്ടാവുന്നില്ലേ, അങ്ങനത്തെ പക്ഷി വലിയ സൗണ്ടാക്കിക്കൊണ്ട് വരും. അത് കൂട്ടത്തോടെ വരും, കൂട്ടത്തോടെ പോവുകയും ചെയ്യും. അതുപോലെയല്ലേ എപ്പോഴും ഉണ്ടാവല്. അങ്ങനെ ചീരയും എല്ലാം പറിച്ച് വന്ന ശേഷം ഞാൻ എന്താക്കി വെച്ചാൽ തേങ്ങ ഒലിക്കാനുണ്ടായിന്. തേങ്ങ ഉണ്ടായിരുന്നില്ല, ഒലിച്ച് വെച്ചത് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 പച്ചത്തേങ്ങ എടുത്തിട്ട് ഒലിക്കാൻ വിചാരിച്ചു. കുറച്ച് പച്ചത്തേങ്ങയാണ് ഇവിടെ പറിച്ച് വെച്ചതുണ്ടായിരുന്നു, അതിന് ഒലിച്ചിട്ട് എടുക്കാം എന്ന് തോന്നി. അതിനിപ്പോൾ ഉച്ചക്കത്തെ കാര്യങ്ങളെല്ലാം തുടങ്ങണ്ടേ, ചോറും കറിയുടെ ഒക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയാണ്. ഇപ്പോൾ എന്തുണ്ടാക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടായത് ഞാൻ. അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ചീര കിട്ടിയിട്ടുണ്ടല്ലോ, പിന്നെ ചോറ് വെക്കണം, കറി ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ തേങ്ങ ഒലിച്ച് വെച്ചിട്ട് ഞാൻ ഒരു പാനി വെള്ളം എടുക്കാൻ വിചാരിച്ചു. രാവിലെ ടാങ്കിൽ വെള്ളം ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മോട്ടർ ഓൺ ആക്കിയപ്പോൾ ടാങ്കിൽ വെള്ളം ആക്കുമ്പോൾ തന്നെ ഞാൻ നമ്മളെ പാനിയിലും ഒരു പാനി വെള്ളം എടുത്തു കേട്ടോ. പിന്നെ വെറുതെ ഒരു പാനിക്കായിട്ട് പോകണ്ടേ വിചാരിച്ചു, അല്ലെങ്കിൽ
ടാങ്കിൽ രാവിലെ വെള്ളം ആക്കുകയാണെങ്കിൽ കുറച്ച് വെയ്തിട്ട് നമ്മൾ ആവശ്യത്തിനെല്ലാം എടുക്കുന്നുണ്ടെങ്കിൽ കിണറ്റിൽ നിന്ന് തന്നെ വലിച്ചിട്ട് ഒരു വാനി എടുക്കലാണ് കേട്ടോ പതിവ്. അപ്പോൾ അങ്ങനെ വെള്ളമെല്ലാം ഓണാക്കിയ ശേഷം വെള്ളമൊക്കെ എടുത്തിട്ട് അകത്ത് കൊണ്ടുവച്ചു. വെള്ളം എടുത്ത് വെച്ച് തീർന്നിട്ടുണ്ടായി. തേങ്ങയും പൊട്ടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് കുഞ്ഞാറ്റിൻ്റെ അടുത്ത് പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. അവളാണ് പറഞ്ഞത് എനിക്ക് ഒട്ടയാക്കിയിട്ട് വേണം തേങ്ങയുടെ വെള്ളം എന്ന് പറഞ്ഞത്. ഇളനീർ കുടിക്കുന്നില്ല അതുപോലെ വന്നിട്ട് കുറേ ഗുൽമാലാക്കി. പിന്നെ ശരിയായിട്ടാ. പിന്നെ പാട്ടിലൊക്കെ വെച്ച് കൊടുത്തു. അതിനുശേഷം ഞാൻ ചോറിൻ്റെ വെള്ളം വെച്ചു. അരി അടുപ്പത്തിടാൻ വേണ്ടിയിട്ട് ചുവന്നരി വന്നിട്ട് അടുപ്പത്ത് ഇട്ടിട്ടുള്ളത് വേഗം കഴുകിയിട്ടിട്ടു. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് മീനുണ്ടായിരുന്നു കൊണ്ടുവന്നത്. അതൊന്ന് മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അയില മീനാണ് ഉണ്ടായിരുന്നത് കൊണ്ടുവന്നത്. മീൻ മുറിക്കാനായിട്ട് ഒരു വാഴയിലയും വെട്ടിക്കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അയില കേട്ടോ നമുക്കിന്ന് കിട്ടിയിട്ടുണ്ടത്. കുറച്ച് മാത്രമേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ, ആവശ്യത്തിന് മാത്രം. പിന്നെ കുറേ കൊണ്ടുവന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നതിനെക്കാട്ടും നല്ലതല്ലേ ഇതുപോലെ കുറച്ചൊക്കെ കൊണ്ടുവരുന്നത്. അങ്ങനെ കുറച്ച് മാത്രമേ കൊണ്ടുവരൂ. എത്ര എണ്ണ? 2, 3, 4, 5 എണ്ണം മാത്രം, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ വേറൊരു സാധനം ഉണ്ടല്ലോ, ഇതെന്താ സംഭവം? ഇതിൻ്റെ പേരെന്താന്ന് ഇപ്പോൾ? ഇതിൻ്റെ പേരെന്താ എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ അതിൽ നമുക്ക് എല്ലാം ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഏത് മീനായാലും ഞാൻ എൻ്റെതായ രീതിയിലാട്ടോ മീൻ മുറിക്കുന്നത്. ആരും പഠിപ്പിച്ചിട്ടൊന്നുമല്ല. എനിക്ക് വൃത്തിയും തോന്നുന്ന രീതിയിൽ ഞാൻ മീൻ മുറിക്കും, അത്രയേ ഉള്ളൂ. ചിലപ്പോൾ എല്ലാത്തിനും ഓരോ രീതികളുണ്ടാവുമായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ അയില മുറിക്കുമ്പം അതിൻ്റെ സൈഡിലത്തെ ഇതൊക്കെ ആദ്യം ഒന്ന് വെട്ടിക്കളഞ്ഞു വെക്കും എല്ലാത്തിനും. പിന്നെ ഇതുപോലെ ഈ സൈഡിലൊക്കെ അതിൻ്റെ ആ മുള്ളുണ്ടാവുമല്ലോ, മുള്ളു പോലെ ചിറക്, അതൊക്കെ ഒന്ന് വെട്ടിയിട്ട് അങ്ങനെ മുറിച്ചെടുക്കും കത്രിക വെച്ചിട്ട്. ഈ സൈഡിലത്തെ ഈ ഒരു സംഭവം ഇതൊക്കെ ഒന്ന് മുറിച്ചെടുക്കും. അതിനുശേഷം അങ്ങനെ കത്രിക വെച്ചിട്ട് ഞാനിങ്ങനെ കൈ പിടിച്ചത് ഇതിൻ്റെ മുകളിൽ കണ്ടോ ഇതുപോലെ ഉണ്ടാവും. കണ്ടോ അതിൻ്റെ ചെതുമ്പൽ എന്നൊക്കെ പറയുന്നില്ലേ, അതുണ്ടാവും. അതൊക്കെ ഇതുപോലെ ഒന്ന് കത്തി വെച്ചിട്ട് അതിനുശേഷം ഞാൻ ചിലർ തലയുടെ അടുത്ത് നിന്ന് മുറിക്കും, ചിലർ താഴെ നിന്ന് മുറിക്കും. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ ഇതുപോലെ മുറിക്കും. കാരണം തല നമ്മളിപ്പോൾ എടുക്കുന്നില്ല കറി വെക്കാനായിട്ട്, കറിക്കിടാനോ ഒന്നും തല എടുക്കുന്നില്ല. അപ്പം ഞാനിതാ ഇതിൻ്റെ വയറിൻ്റെ ഭാഗത്ത് നിന്ന് മുകളിലോട്ട് മുറിക്കും. ഇതിന് നല്ല ഇതുണ്ടല്ലോ, മീനിൻ്റെ മുട്ടയുണ്ട്. നമ്മൾ എണലെന്ന് പറയും. മത്തിയുടെയൊക്കെ ആണെങ്കിൽ നമ്മൾ എടുക്കലുണ്ട്, അയിലയുടെ എടുക്കലില്ല കേട്ടോ. നമ്മളെടുക്കില്ല, ഞാനെടുക്കില്ല, എടുക്കുന്നവരുണ്ടാവുമായിരിക്കും. പിന്നെ വാല് ലാസ്റ്റ് കട്ട് ചെയ്യൽ. വാലിതുപോലെ ലാസ്റ്റ് കട്ട് ചെയ്തിട്ട് വൃത്തിയാക്കിയിട്ട് വെക്കും. കഴിഞ്ഞു, എടുത്തു. മീൻ മുറിക്കുന്ന സമയത്ത് ഇതുപോലെ വാഴയിലയോ അല്ലെങ്കിൽ ചേമ്പിൻ്റെ ഇലയോ മറ്റോ എടുക്കുന്നത് നല്ലതായിരിക്കും നമുക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. വലിയ ഇലയല്ലേ ഇത്. അപ്പോൾ നമ്മൾ മീൻ മുറിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ വേസ്റ്റൊന്നും പുറത്തോട്ടൊന്നും അധികം തെറിക്കുകയേ ചെയ്യില്ല, അതിനകത്ത് തന്നെ ഉണ്ടാവുമല്ലോ. പിന്നെ മീൻ മുറിക്കുന്ന വീഡിയോ ഇടുമ്പോൾ എന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, മത്തി മീൻ മുറിക്കുന്നതായിട്ട് ചോദിച്ചാൽ. മത്തീനി കിട്ടിയാൽ അത് മുറിക്കുന്ന വീഡിയോ എന്തായിട്ടും ഇടാം കേട്ടോ. അപ്പോൾ ഈ ഇടയ്ക്ക് മത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പെട്ടെന്ന് തന്നെ തിരക്കിന് മുറിച്ച് വെച്ച് കറി വെച്ചുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ കൊണ്ടുവന്ന മത്തി ഞാൻ കറി വെക്കുകയും ചെയ്ത് പൊരിക്കുകയും ചെയ്തിട്ടുണ്ട്. നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ മത്തി. പക്ഷേ ഈ അയില അത്ര പോരാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. മുറിക്കുമ്പോൾ വലിയ പോരാ. ഇനി എങ്ങനെയാണെന്ന് അറിയില്ല, കറി വെച്ചിട്ടോ പൊരിച്ചിട്ടോ കഴിക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. മീനൊക്കെ മുറിച്ച് അതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം മീൻ നല്ല വൃത്തിക്കൊന്ന് കഴുകി എടുക്കണം കേട്ടോ. മീൻ കുറേ പ്രാവശ്യം കഴുകണം കേട്ടോ, എന്നെങ്കിൽ മാത്രമേ എനിക്കൊരു തൃപ്തിയുള്ളൂ. അതിൻ്റെ ഉള്ളിലത്തെ കറുപ്പും എല്ലാം വൃത്തിയാക്കിയിട്ട് നല്ല വൃത്തിക്ക് തന്നെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ചത്, മീനുണ്ട്, പിന്നെ ഉപ്പേരി ആക്കാനായിട്ട് ചീരയുണ്ട്, പിന്നെ വെച്ച് കഴിഞ്ഞാൽ വെണ്ടയ്ക്കയുണ്ട് കൊണ്ടുവന്നത്, അതും ഉണ്ട് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട്. നാടൻ വെണ്ടയ്ക്കയാണ് കേട്ടോ. ഇനി എന്തായാലും അടുപ്പത്ത് വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഒരു പൊതിച്ചോറ് ഉണ്ടാക്കിയാലോ എന്ന്. കുറേ നാളായിട്ട് ഒരു പൊതിച്ചോറ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ സാധനങ്ങളെല്ലാം തന്നെ ഉണ്ട്. മുട്ടയുണ്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവന്നത്. അപ്പോൾ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്തിനാ ഒരു പൊതിച്ചോറാക്കാൻ മടിയാട്ടുന്നതെന്ന് എനിക്കും തോന്നി. അങ്ങനെ ഞാൻ എന്താക്കി വെച്ചാൽ ചീര കൊണ്ടുവന്നത് ആദ്യം തന്നെ മുറിച്ചിട്ട് നമ്മളെ ആ ഒരു ചോപ്പറിൽ ഇങ്ങനെ
മുറിക്കുന്ന സാധനം അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയേ. ചീര ഞാൻ ഇതുവരെ അതിലിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ചീര ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ആവുമോ നോക്കിയതാണ് കേട്ടോ. ചീര ചെറുതായിട്ട് മുറിച്ചെടുക്കാൻ കുറച്ച് പണിയല്ലേ. ചീര പെട്ടെന്ന് തന്നെ കറി പെട്ടെന്നാവും. കഴുകിയെടുക്കാനും മുറിക്കാനോ ആണ് കുറച്ച് പണിയുള്ളതായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിലിട്ടിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കി. കുഴപ്പമില്ല, നല്ല രീതിയിൽ പൊടിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒറ്റയിടയിൽ തന്നെ ആ ഒരു മുറിക്കുന്ന പണി എനിക്ക് കഴിഞ്ഞ് കിട്ടിയിട്ടാണ്. ഇത് വലിയൊരു ഉപകാരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു സാധനം. പെട്ടെന്ന് തന്നെ കഷ്ണങ്ങളെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാൻ പറ്റും. അത് നമ്മൾ ചീര മുറിച്ചിട്ട് മാറ്റിയെടുത്തതിന് ശേഷം നമ്മൾ വെണ്ടക്ക ഞാൻ പറഞ്ഞില്ലേ നല്ല നാടൻ വെണ്ടക്ക ഉണ്ടെന്ന്. അങ്ങനെ നമ്മൾ വെണ്ടയ്ക്കേനെ ഒന്ന് നല്ല വൃത്തിക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൽ നിന്നൊരു 2-3 വെണ്ടക്ക ഞാനവിടെ മാറ്റി വെച്ചിട്ടാണ്. ഇനി എപ്പോഴെങ്കിലും സാമ്പാർ ഉണ്ടാക്കുമ്പോൾ അതിൽ ഇട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതവിടെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വെണ്ടക്ക ചെറിയ ചെറിയ പൊടി പൊടി കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ വെണ്ടക്ക മുറിക്കുന്ന സമയത്ത് ഇതുപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ട് മുറിച്ചിട്ട് നമുക്കത് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ചോറ് ആവാനായിട്ടുണ്ട്. കുറച്ച് നേരം അരി അടുപ്പത്തിട്ടിട്ട് നോക്കാം നമുക്ക് ആയിട്ടുണ്ടോ. ആയിട്ടില്ല, ഒരു 5 മിനിറ്റും കൂടി കഴിയണം, എന്നിട്ട് നമുക്ക് ചോറ് വാങ്ങിയേക്കാം കേട്ടോ. നമുക്ക് ഉപ്പേരിക്ക് ആവശ്യമില്ല തേങ്ങയെല്ലാം ഒന്ന് ചിരണ്ടിയെടുക്കാം കേട്ടോ. തേങ്ങ ചിരകിയെടുക്കാം. വാഴയില ഉണ്ടായിരുന്നു, ഇന്നലെ എന്തോ ആവശ്യത്തിന് കൊണ്ടുവന്നിട്ടുണ്ടായതാണ്. അപ്പോൾ ഒരു കഷ്ണയുടെ ബാക്കിയുണ്ട്. അപ്പോൾ അതിൽ തന്നെ തേങ്ങ ചിരകാന്ന് കേട്ടോ വിചാരിച്ചേ. അയ്യോ, പുക അടിച്ചിട്ട് പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ മുറിച്ച് വെച്ച മീനിൻ്റെ കഷ്ണങ്ങളെ ഒന്നും കൂടി പൊടി പൊടിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പൊതിച്ചോറിൽ എന്തായാലും മീൻ പൊരിച്ചത് നിർബന്ധമാണല്ലോ. അപ്പോൾ അതും കൂടി ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തു. അതിലേക്ക് കുറച്ച് പൊടിയുപ്പും കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി മിക്സാണ്. നമ്മുടെ എരിവുള്ള മുളകും എരിവില്ലാത്ത മുളകും കൂടിയിട്ട് നമ്മൾ മില്ലിൽ നിന്ന് പൊടിപ്പിച്ചോണ്ട് പൊടിയാണ് കേട്ടോ. അങ്ങനെ ആ പൊടിയെല്ലാം കൂടിയിട്ട് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു, അയിലയുടെ. അപ്പോൾ അയിലയുടെ തലയുടെ ഭാഗമൊക്കെ കൂടി ഞാനൊരു ചാറുകറി ഉണ്ടാക്കാമല്ലോ വിചാരിച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നാളെ ഉണ്ടാക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം കൂടിയിട്ട് അവിടെ പെരക്കി വെച്ചു കേട്ടോ, സെറ്റാക്കിയിട്ട്. കൂടെ നമ്മൾ തേങ്ങ ചിരകിയതുണ്ട്. അപ്പോൾ വെണ്ടയ്ക്കും ചീരയും ഉപ്പേരിയാക്കാനായിട്ട് അവിടെ മുറിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. 2 ഉപ്പേരി, ചീര ഉപ്പേരിയും നമ്മളെ വെണ്ടക്കായ ഉപ്പേരിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് 2 ഗ്യാസിൻ്റെ 2 സ്റ്റൗവിലായിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ടെടുക്കാം. പിന്നെ അടുപ്പത്തെ ചോറിലുകൊണ്ട് തന്നെ ഇപ്പം അടുപ്പത്തൊന്നും വെക്കാനും പറ്റില്ലല്ലോ, അത് വേവാണ്ട്. നമുക്ക് അടുപ്പത്തിൽ ചോറ് വെന്ത് കഴിയുമ്പോൾ അടുപ്പത്ത് നമുക്ക് മീൻ പൊരിക്കാനിടാം. ഒരു 4 മീൻ പൊരിക്കാനുണ്ടല്ലോ, അത് നമുക്ക് അടുപ്പത്തിടാം കേട്ടോ. അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ സ്റ്റൗവിൽ 2 ചീനച്ചട്ടി എടുത്തു. ഒരു വലിയ ചീനച്ചട്ടി, ഒരു ചെറിയ ചീനച്ചട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ചീര കുറച്ച് മാത്രമേ ഉള്ളതുകൊണ്ട് ചെറിയ ചീനച്ചട്ടിയിലും വെണ്ടയ്ക്ക കുറച്ച് അധികം ഉള്ളതുകൊണ്ട് വലിയ ചീനച്ചട്ടിയിലും ആക്കിയിട്ട് 2 സ്റ്റൗവിലും കൂടിയിട്ട് തീ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വേവിക്കാനായിട്ട് ആദ്യം ചീര കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട്, വെള്ളം കൂട്ടേണ്ട ആവശ്യമില്ല, നാടൻ ചീരയാണല്ലോ, അതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ഒന്ന് വേവിക്കാനായിട്ട് വെച്ചു. വെണ്ടയ്ക്കയാണെങ്കിൽ കുറച്ച് എണ്ണയിൽ നീരുള്ളിയും പിന്നെ പച്ചമുളകും ഇതൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ട് നമ്മുടെ ചതച്ച മുളകൊക്കെ ഇട്ടിട്ട് വെക്കാനാട്ടോ വെണ്ടക്ക വിചാരിച്ചിട്ടുള്ളത്. ചീര ഒന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് വെളുത്തുള്ളിയും തേങ്ങ ചിരകിയത് ഇട്ടു, കുറച്ച് ചതച്ച മുളക് ഇട്ട് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചീര അങ്ങനെയാണ് കേട്ടോ വാങ്ങി വെക്കുന്നത്. വെണ്ടക്ക ഉപ്പേരിയിലാണെങ്കിൽ കുറച്ച് നമ്മളെ ഉള്ളിയും പിന്നെ നമ്മുടെ പച്ചമുളകും കടുക് ഇതൊക്കെ ഒന്ന് ഉള്ളിയൊക്കെ വാടി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ചതച്ച മുളക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വെണ്ടക്ക മുറിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെണ്ടക്കയുടെ കളർ ഒരു ഇളം പച്ച കളറല്ലേ, ഇത് നാടൻ വെണ്ടക്ക ആയതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കളർ ഉണ്ടാവുന്നത്. നമ്മൾ സാധാരണ മറ്റേ വെണ്ടയ്ക്കാണ് ഒരു കട്ടി പച്ച പോലത്തെ കളറല്ലേ ഉണ്ടാവുക. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ ഒരു പച്ചപ്പുണ്ട്, അതൊന്ന് മാറി വരാൻ ഇതുപോലെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ചീരയിൽ കുറച്ച് എണ്ണയും ഒറ്റിച്ചിട്ട് അതൊന്ന് വാങ്ങി വെച്ചു. അപ്പോഴത്തേക്കും നമ്മൾ ചോറ് അടുപ്പത്ത്, ഞാൻ പറഞ്ഞില്ല നേരത്തെ അടുപ്പത്തിട്ടാണ്, ചുവന്നരിയാണ് കേട്ടോ അടുപ്പത്ത് വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. ചുവന്നരിക്കാണെങ്കിൽ നല്ല വേവുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴേ അരി തീമട്ടെന്ന് അറിയോ, കുറേ നേരമായി ഇപ്പാണ് കേട്ടോ അരി വെന്ത് കിട്ടിയത് ചോറായിട്ട്. അങ്ങനെ ചോറ് ഞാനൊന്ന് കുറച്ച് വെള്ളമൊക്കെ കൂട്ടിയിട്ട്, പച്ചവെള്ളമൊക്കെ കൂട്ടിയിട്ട് ഒന്ന് വാർത്തെടുക്കാനായിട്ട് വിചാരിച്ചിട്ട് അടുപ്പത്തുനിന്ന് ചോറ് വാങ്ങിയേക്കാണ് കേട്ടോ ചെയ്യുന്നത്. ചോറ് അടുപ്പത്ത് മണ്ണിൻ്റെ കലത്തിൽ വെച്ചുകൊണ്ട് തന്നെ ഇതുപോലെ അടിയിൽ വെക്കുന്ന സാധനമില്ലേ, നമ്മൾ തരിയാന്ന് നമ്മൾ പറയും, ചൂട് സാധനം വാങ്ങി വെക്കുന്നത്, അതിൻ്റെ മുകളിൽ വാങ്ങി വെച്ചിട്ട് അരിപ്പ വെച്ചിട്ട് കഞ്ഞിക്കലത്തിലേക്ക് കഞ്ഞിയുടെ വെള്ളം ഇങ്ങനെ ഊറ്റിയെടുത്തിട്ട് വാർത്ത് വെക്കുക കേട്ടോ ചെയ്യുന്നത് ചോറ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കത് എടുത്തിട്ട് നോക്കാം, അപ്പോഴത്തേക്കും വെള്ളമൊക്കെ ഒന്ന് വാർന്ന് വരുന്നുണ്ടാവും.
അപ്പോഴത്തേക്കും ചോറ് വാങ്ങിയവിടെ നമ്മളെ അടുപ്പിൽ തീയൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിന്. അപ്പോൾ തീയെല്ലാം ഞാനൊന്ന് കുറച്ച് ഒലക്കടിയും വിറകൊക്കെ ചെറിയ ചെറിയ വിറകൊക്കെ ഇട്ടിട്ട് ഒന്ന് തീ നന്നായിട്ട് കത്തിച്ചിട്ട് നമ്മളെ മീൻ പൊരിക്കുന്ന ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ പഴയ ചട്ടിയാണ് കേട്ടോ, ദോശ ചട്ടി. പുതിയത് വാങ്ങിയതപ്പം ഇത് പൊരിക്കാനെടുത്ത ചട്ടിയാണ്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദോശ ചട്ടി അവിടെ വെച്ചിട്ട് അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മീൻ പൊരിക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെണ്ടക്ക ഇടാം, നമ്മളെ അതിൻ്റെ പച്ചപ്പശപ്പെല്ലാം ഒന്ന് നമ്മൾ എണ്ണയിൽ വാട്ടിയിട്ടുകൊണ്ട് തന്നെ അതെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അതൊന്ന് വെന്ത ശേഷം ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ വെണ്ടയ്ക്കയും നമ്മളിത് റെഡി ആയിട്ട് അവിടെ മാറ്റി വെച്ചു. അപ്പോൾ ചീര ഉപ്പേരിയായി, വെണ്ടയ്ക്ക ഉപ്പേരിയായി, ചോറുമായി. അപ്പോൾ അതിനുശേഷം നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് തേങ്ങ നമ്മൾ നേരത്തെ ചിരകിയില്ലേ, ആ തേങ്ങയിൽ കുറച്ച് പുളിയും ഒരു നീരുള്ളി എന്ന് പറയും, നമ്മൾ നീരുള്ളിയുടെ ഒരു അരക്കഷ്ണം നീരുള്ളി, കുറച്ച് തേങ്ങ, കുറച്ച് പൊടിയുപ്പ്, പിന്നെ നമ്മളെ എരിവുള്ള മുളകും എരിവില്ലാത്ത മുളകും അതൊന്നും ഞാൻ അടുപ്പിൽ ചുട്ടെടുത്ത് തന്നിട്ടാ. അതൊന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു, അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഉപ്പും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളെ മുട്ട ഓംപ്ലേറ്റ് നിർബന്ധമാണല്ലോ പൊതിച്ചോറെന്ന് പറയുമ്പോൾ. മുട്ട ഓംപ്ലേറ്റിനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കുറച്ച് നീരുള്ളി ചെറുതായിട്ട് മുറിച്ചതും പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചതും ഒരു 3 മുട്ടയും ഒന്നിച്ചിട്ടിട്ടാണ് കേട്ടോ ഓംപ്ലേറ്റ് ആക്കിയത്. ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ അതൊന്ന് മുറിച്ചെടുക്കാമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് സ്പൂണ് വെച്ചിട്ട് ഇളക്കി യോജിപ്പിച്ചു. ഈ മുട്ട മിക്സ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കിയില്ലെങ്കിലേ ചില സ്ഥലത്തൊക്കെ ഉപ്പ് ഇങ്ങനെ മാറി മാറി നിൽക്കുന്നുണ്ടാവും ഉപ്പ്. അപ്പോൾ അതൊന്ന് നല്ല വൃത്തിക്ക് ഇളക്കി യോജിപ്പിച്ചു. അപ്പോൾ അത് നമുക്കൊന്ന് മറ്റേ ദോശച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മുട്ട ഓംപ്ലേറ്റിൻ്റെ അടിച്ചത് അതിലേക്ക് ഒഴിച്ചിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ അടുപ്പത്ത് മീനിട്ടുകൊണ്ട് നമുക്ക് ഈ ദോശച്ചട്ടിയിൽ ഇതും പെട്ടെന്ന് ആവണ്ടേ, അപ്പോൾ അത് ഇതിലേക്കാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് വേഗം ആവുമല്ലോ വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ തന്നെ സമയം കുറച്ച് വൈകിട്ടുണ്ട്, മക്കൾക്ക് വിശക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് നേരത്തേൽ. അപ്പോൾ പൊതിച്ചോറാകുമ്പോൾ ഒരു കുറച്ച് നേരമെങ്കിലും നമ്മളത് കെട്ടി വെച്ചിട്ട് കഴിക്കുമ്പോൾ അല്ലേ അതിൻ്റെ രുചി ശരിക്ക് അറിയൽ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് വേഗം മുട്ട ഓംപ്ലേറ്റ് ഇതിൽ തന്നെ ഉണ്ടാക്കി. മുട്ട ഓംപ്ലേറ്റിന് ഇതുപോലെ 4 പീസാക്കിയിട്ട് മുറിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ കറിയെല്ലാം റെഡിയായി. വെണ്ടക്ക ഉപ്പേരി, ചീര ഉപ്പേരി, തേങ്ങാ ചമ്മന്തി, മുട്ട ഓംപ്ലേറ്റ്, മീൻ പൊരിച്ചത്, ചോറ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഞാൻ വാഴയിലയും മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതെനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ട് തിരക്കിട്ട് ഓടിയതാണ്. അങ്ങനെ നമ്മളെ പൊതിച്ചോറ് കെട്ടാനായിട്ട് നല്ല വാഴയിലയിൽ നല്ല ചൂട് ചോറ് വെച്ച് കൊടുക്കുക. പിന്നെ നാരങ്ങ അച്ചാർ ഞാൻ ഉണ്ടാക്കിയത് ഇവിടെ ഉണ്ടായിരുന്നു, നാരങ്ങ അച്ചാറും കൂടി വെച്ച് കൊടുക്കുക. പിന്നെ നമ്മളെ ഉപ്പേരി ഒളിമ്പി കൊടുക്കുക, നമ്മളെ ചീര ഉപ്പേരിയാണ് കേട്ടോ. എനിക്ക് എപ്പോഴും പൊതിച്ചോറ് എപ്പോഴും കിട്ടുകയാണെങ്കിൽ അതിലൊരു ഇലക്കറി ഉണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്. ഏതെങ്കിലും ഇലയായി, നമ്മളെ മത്തനിലയോ പയറിൻ്റെ ഇലയോ ചീരേൻ്റെ ഇലയോ മുരിങ്ങ ഇലയോ എന്തെങ്കിലും ആയി. പിന്നെ കൂടെ നമ്മളെ വെണ്ടക്ക ഉപ്പേരി വെച്ച് കൊടുക്കുക, നമ്മളെ ചമ്മന്തി വെച്ച് കൊടുക്കുക, തേങ്ങാ ചമ്മന്തി, പിന്നെ ഓംപ്ലേറ്റും നമ്മുടെ മീൻ പൊരിച്ചതും. ഇതൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയല്ലേ. വായിന്ന് വെള്ളം വരുന്നു. പിന്നെ നമ്മൾ വെണ്ടക്ക ഉപ്പേരിക്ക് വലിയൊരു കളറല്ല, ഞാൻ പറഞ്ഞില്ലേ നാടൻ വെണ്ടയ്ക്ക അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കളറില്ലാത്തത്. അങ്ങനെ ഈ നമ്മളെ പൊതിച്ചോറൊക്കെ കെട്ടി വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് തുറന്ന് കഴിക്കണം. എന്താ രുചിയല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വിട്ടുപോയൊരു കാര്യമുണ്ട് കേട്ടോ, വേറെ ഒന്നുമല്ല. ഇങ്ങനെ ഞാൻ പൊതിച്ചോറുണ്ടാക്കി തിരക്കിന് കെട്ടുന്നതിനിടയിൽ എനിക്ക് വാഴയുടെ ഇല നമ്മളിങ്ങനെ വാട്ടിയെടുക്കുന്നില്ലേ അടുപ്പത്ത് വെച്ചിട്ട്, ആ വാട്ടിയെടുക്കാൻ എനിക്ക് മറന്നുപോയിട്ടാ. സത്യമായിട്ടത് മറന്നുപോയി. കെട്ടുമ്പോൾ വരെ എനിക്കത് ഓർമ്മയുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പൊതിച്ചോറ് ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ പൊതിച്ചോറ് കഴിക്കാനായിട്ട് എടുത്ത് നല്ല മണമുണ്ട് കേട്ടോ. തുറക്കുന്ന സമയത്ത് എനിക്ക് നിലത്ത് ഇരുന്നിട്ട് കഴിക്കുന്നതായിട്ട് ഇഷ്ടം. ഇതുപോലെ ചമ്മണമട ഇരുന്നിട്ടാണ് കേട്ടോ കഴിക്കുന്നത് കൂടുതലായിട്ടും. ഇങ്ങനെ കഴിച്ചെങ്കിൽ മാത്രമേ ഒരു സുഖമില്ല കേട്ടോ. ടേബിളിൻ്റെ മുകളിൽ വല്ലപ്പോഴും മാത്രമേ ഇരിക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളതാ പൊതിച്ചോറ് നമ്മൾ കഴിക്കുന്നുണ്ട് കേട്ടോ. അമ്മോ പൊതിച്ചോറ് കൂടി കഴിക്കട്ടെ. കുറച്ച് നേരം മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ചോറ് തുറക്കുന്നതിന് എൻ്റെ കുഞ്ഞാറ്റ ചോദിക്കുന്നത് മീൻകറി കൊടുത്തുന്നു. അവർക്ക് ചാറ് കറി ഇല്ലാത്തൊരു കളിയില്ല കേട്ടോ. അവർക്ക് ഇനി എന്ത് കറി ഉപ്പേരി കറി ഉണ്ടായാലും ചാറ് കറി നിർബന്ധമാണ് ഇവിടെ അച്ഛനും മക്കൾക്കും. അപ്പോൾ മഹേശേട്ടൻ പണിക്ക് പോയിട്ട് വന്നിട്ടില്ല. മഹേശേട്ടൻ പറഞ്ഞു എനിക്ക് വേണ്ട പൊതിച്ചോറ് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ടേസ്റ്റ് പോലും നോക്കാതെ ഉണ്ടാക്കിയ ചമ്മന്തി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ലോണം. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയല്ലോ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.